ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഞാനിന്ന് പഴയ കാലത്ത് തയ്യാറാക്കുന്ന ഒരു നാടൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ഒരു പഴുത്ത വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. പിന്നെ 2 പഴുത്ത മാങ്ങയാണ്. ഒരല്പം പുളിയുള്ള മാങ്ങയാണ്, പുളിയ മാങ്ങ ആണ്. പണ്ട് കാലത്തൊക്കെ ഞങ്ങൾ ഇതുപോലെയുള്ള കറികൾ വെക്കും. ഇത് തൊലി കളയാതെ വെള്ളരിക്ക വെക്കും. പിന്നെ ഇപ്പോഴും ഞാനിത് തൊലി കളഞ്ഞിട്ടാണ് വെക്കുന്നത്. പണ്ടൊക്കെ ഇഷ്ടംപോലെ നാട്ടുമാങ്ങ കിട്ടുന്ന സമയത്ത് ഇതുപോലെയാണ് കറി വെക്കുക. വെള്ളരിക്കയും അതുപോലെ കായയും ഒക്കെ ചേർത്ത് മാങ്ങയിട്ട് കറി വെച്ചാൽ അതൊരു വല്ലാത്ത ടേസ്റ്റായിരുന്നു. ഇന്ന് അതുപോലെയൊന്നും അങ്ങനെ പല ആൾക്കാരും തയ്യാറാക്കുന്നില്ല. എനിക്ക് ആ പഴയ കറിയൊന്ന് കൂട്ടണം എന്ന് തോന്നിയിട്ട് ഞാൻ ഇത് തയ്യാറാക്കിയതാണ്. ഒരു 2-3 പുളിയ മാങ്ങ കിട്ടിയപ്പോൾ ഇതൊന്ന് തയ്യാറാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ വെള്ളരിക്കൊക്കെ ഞാൻ കഷ്ണങ്ങളാക്കി മുറിച്ച് കഴുകി എടുത്തിട്ട് ഒരു മൺചട്ടിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മൺചട്ടിയിൽ തന്നെ തയ്യാറാക്കണം, അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ വിറകടുപ്പിലും ആണ് ഇത് തയ്യാറാക്കേണ്ടത്. പണ്ട് കാലത്തൊന്നും ഗ്യാസൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാനിതിന് ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് പഴയ രുചികൾ എന്നും ഒരു നൊസ്റ്റാൾജിയായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാവും. ഇപ്പോൾ ചെറിയ പ്രായത്തിൽ ഇതൊക്കെ അമ്മയും അമ്മമ്മയും ഒക്കെ വെച്ച് തരുന്നതായിരുന്നു. അപ്പോൾ ഞാനിതാ വിറകടുപ്പ് കത്തിച്ച് നമ്മുടെ കറി ഇതിലേക്ക് വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ വെള്ളരിക്കയ്ക്ക് നമ്മൾ ഒരു പകുതി വേവായതിന് ശേഷം കുറച്ച് പച്ചവെള്ളം തെളിച്ച് കൊടുത്തിട്ട് ഇതുപോലെയൊന്ന് ഇളക്കണം. അപ്പോൾ ഇളക്കി യോജിപ്പിച്ചാൽ മാത്രമേ അതിൻ്റെ ശരിക്കും അത് വേവ് ആവുന്നത് പോലെ തോന്നുകയുള്ളൂ. കാരണം ഇല്ലെങ്കിൽ ഒരു വെള്ള കളറുണ്ടാവും. ഈ സമയം നമുക്ക് നമ്മുടെ മാങ്ങയുടെ തൊലിയൊന്ന് ചെത്താം. പണ്ടൊക്കെ തൊലി കളയാതെ ഇതേപോലെ മുറിച്ചിട്ടിട്ടും വെക്കുന്ന സമയം ഉണ്ടായിരുന്നു. ഞാനിതേതായാലും ഇതിൻ്റെ തൊലി അങ്ങനെ കളറ് വന്നിട്ടില്ല, ഇത് പഴുപ്പ് വരുന്നത്രേ. അതുകൊണ്ട് ആണ് ഇതിൻ്റെ തൊലി അങ്ങനെ കളറായിട്ട് വന്നിട്ടില്ല. ഇത് കാണുന്നില്ലേ, ഉള്ളിൽ നന്നായി പഴുത്തിട്ടുണ്ട്, എന്നാലും ഒരല്പം പുളിയും ഉണ്ട്. നമ്മുടെ കറിക്ക് ആവശ്യമായ പുളിയും കിട്ടും, പിന്നെ ഒരല്പം മധുരവും കിട്ടും. അതിനാണ് ഇതുപോലത്തെ മാങ്ങ എടുത്തത്. ഇപ്പോൾ നമുക്ക് നാടൻ മാങ്ങയും അതുപോലെ വീട്ടിലൊക്കെ നട്ടു വളർത്തുന്ന പലതരത്തിലുള്ള മാങ്ങയൊക്കെ കിട്ടുന്ന കാലം ആണ്. അപ്പോൾ മാങ്ങാക്കാലത്ത് നമ്മൾ ഇതുപോലെയുള്ള കറികളൊക്കെ തയ്യാറാക്കി നോക്കണം. അപ്പോൾ നമ്മുടെ വെള്ളരിക്ക നന്നായി വെന്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മാങ്ങയും അതിൻ്റെ മാങ്ങാ കൊരട്ടയും ഒക്കെ ഇട്ടിട്ട് വീണ്ടും ഒന്നുകൂടി അടച്ച് വെച്ച് വേവിക്കാം. ഇതേ സമയം നമുക്ക് നമ്മുടെ കറിക്ക് വേണ്ടുന്ന തേങ്ങ അരച്ചെടുക്കാം. ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ജീരകവും കൂടി ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് തേങ്ങ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരണം, അപ്പോഴേക്കും കറി റെഡിയാവും. മാങ്ങയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇതാ കാണില്ലേ, മാങ്ങയുടെ കൊരട്ടയാണ്. ഇത് എടുത്ത് ഒന്ന് കഴിക്കാൻ പ്രത്യേക ഒരു രുചിയാണ്. മാങ്ങ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ കറി ഇഷ്ടമാണെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് വറവിട്ട് കൊടുക്കുക. ഇന്ന് കടുക് പൊട്ടിച്ചിട്ടുണ്ട്, പിന്നെ ഉലുവയും ചേർത്ത് കൊടുക്കാം. ഉലുവ പുളിങ്കറിക്ക് ചേർത്ത് കൊടുത്താലൊരു നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മാങ്ങ വെള്ളരിക്ക പുളിങ്കറി തയ്യാറായി. താങ്ക് യു.